അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതൊരു അടിപൊളി ഇൻവെസ്റ്റ്മെന്റ് തന്നെയാട്ടോ. കാക്കശ്ശേരിസിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ എപ്പോഴും കാനഡയെ കുറിച്ചുള്ള വീഡിയോസാണ് വരാറുള്ളത്. ഇതല്പം വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. കാനഡയിൽ നിന്ന് ഞങ്ങൾ ആദ്യമായി ടീമു വഴി ഓർഡർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ടീമു വഴി ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളുടെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ഹിയർ വിത്ത് കത്രിക. പാക്കേജുകൾ അവിടെ ഉണ്ട്, നമുക്കത് അൺബോക്സ് ചെയ്യാം, അതിലെന്താണെന്ന് നോക്കാം. അപ്പോൾ ടീമു ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഈ ഡിസ്കൗണ്ട് കോഡ് സെർച്ച് ചെയ്യുക. ഈ ഡിസ്കൗണ്ട് കോഡ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90% ഓഫ് പ്ലസ് $100 ഒരു ബണ്ടിൽ ഓഫറും കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലും ഉണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മുന്നേ ടീമു വഴി ഓർഡർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ഇതുവഴി ഓർഡർ ചെയ്യുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്താലേ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. കൂടുതലും കുട്ടികൾക്കുള്ള സാധനവും വീട്ടിലേക്കുള്ള സാധനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഇതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിൽ ഇങ്ങനെ പൊട്ടുന്ന സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രജൈൽ പാക്കിംഗ് അങ്ങനത്തെ പാക്കിംഗ് ആവശ്യം വന്നിട്ടില്ല ഇതിന്. എന്നാലും അവരതിൻ്റെതായ പാക്കേജിങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തുറന്നു നോക്കണം. അതിന് മുന്നേ പറയാം, തുറന്നു നോക്കിയ ശേഷം ബാക്കി പറയാം. ഓക്കെ, ഇത് ഞാൻ ടീമു വഴി ഓർഡർ ചെയ്ത ഒരു അറോമ ഡിഫ്യൂസറാണ്. അത് ഓക്കെ, സോ ഇത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു അറോമ ഡിഫ്യൂസറാണ്. ഇതാണ് സംഭവം. ഇതിലെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇതിൽ ഫില്ല് ചെയ്യുക, ഇതിൽ ക്ലോസ് ചെയ്യുക, ആൻഡ് ഇതിങ്ങനെ മൂടി വയ്ക്കുക. എന്നിട്ട് ഈ സാധനം വെച്ച് പ്ലഗ് ചെയ്യുക, ചാർജ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പുക പോലെ വരും. ഇതാണ് ഫസ്റ്റ് ഐറ്റം നമുക്ക് പുറത്ത് വന്നിട്ടുള്ളതേ. ഓക്കെ, ഇത് ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തൊരു ഐറ്റമാണ്. ഒരു ജ്വല്ലറി ബോക്സ്, നമ്മുടെ ഇയർ റിങ്സും എല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റിയ പോലത്തെ ഒരു ജ്വല്ലറി ബോക്സ്. ഇത് നമ്മുടെ സാമുവലിന് ഓർഡർ ചെയ്തതാണ്. ഗാലക്സി പ്രൊജക്ടർ. ഇപ്പോൾ സാമിൻ്റെ റൂമിൽ ഇപ്പം നമ്മുടെ നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഒരു പ്രൊജക്ടർ വെച്ചിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാറൊക്കെ ഇങ്ങനെ വരുന്ന പോലെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറയാണ്ട് അവനോട് നോക്കുന്നുണ്ട്. ഞാൻ സർപ്രൈസായിട്ട് ഇത് ഓർഡർ ചെയ്തതാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രാത്രി എടുത്താലേ ഈ വീഡിയോ ക്ലിയർ ആവുള്ളൂ. എന്നാലും കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ച് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫിലിം ഡിസ്ക് എല്ലാം ഉണ്ട്. ഫിലിം ഡിസ്ക് വെച്ചിട്ട് ഇങ്ങനെ സോളാർ സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു തരാം. പിന്നെയുള്ളത് അത്യാവശ്യമുള്ളൊരു സാധനം, നമ്മുടെ കത്തികളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ്. ഇപ്പോൾ കോസ്കോന്ന് ഒരു വലിയ കത്തിയുടെ ഒരു സെറ്റ് ജെഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെക്കാനൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല അഫോർഡബിളായിട്ട് അതിൽ കണ്ടപ്പോൾ അത് വാങ്ങിയതാണ്. അപ്പോൾ ഈ പാക്കറ്റിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത പാക്കറ്റ് തുറക്കാം. ഓക്കെ, ഇത് പിള്ളേർക്കുള്ളൊരു ഐറ്റം തന്നെയാണ്. പിള്ളേരുടെ റൂമിന് പറ്റിയ, അവരുടെ ബെഡിന് ഫിറ്റാവും തോന്നുന്നു, പറ്റിയ ഒരു ഫിറ്റഡ് ഷീറ്റ്. ഇതും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് അവരുടെ വെബ്സൈറ്റ് ഉള്ളത്. പിന്നെ ക്വാളിറ്റിയും കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പമുണ്ട്. ക്വീൻ സൈസാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമ്മുടെ ബെഡിൽ ഫിക്സ് ചെയ്ത് നോക്കാം. സൈസ് പാകമാകും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ഇതെന്തായിരുന്നു? ഇത് ഒരു ഡോർ മാറ്റ് ഓർഡർ ചെയ്തതാണ്. ഞാനത് ഇത്തിരി കട്ടിയുള്ളതാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് കട്ടിയുള്ള ടൈപ്പല്ല, റണ്ണർ ടൈപ്പാണ്. എന്നാലും കുഴപ്പമില്ല തോന്നുന്നു കണ്ടിട്ട്. ക്യൂട്ടാണിത്. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഡോർ മാറ്റ് ഇട്ടിട്ട് ഞാനത് വീഡിയോ കാണിച്ചു തരാം. അപ്പോഴൊന്ന് മനസ്സിലുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഫോൾഡായിട്ടിരിക്കുന്ന കാരണം ക്ലിയർ ആയി തരില്ല. ഓക്കെ, ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണത്. ഇത് ഫയർ പ്രൂഫ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് വന്നപ്പോൾ ഫയർ പ്രൂഫല്ല, എന്നാലും ഒരു കോമ്പാക്റ്റായിട്ട് നമ്മുടെ പാസ്പോർട്ടും അപ്പോൾ എമർജൻസി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൽ വെച്ച് സിപ്പ് ചെയ്ത് വെച്ചാൽ അത് സേഫായിട്ടിരിക്കും. അപ്പോൾ ഡോക്യുമെൻറ്റ് ഹോൾഡറാണത്. ഇങ്ങനെ അകത്ത് ഇങ്ങനെ പൗച്ചസും എല്ലാം ഉണ്ട്. ആൻഡ് ഇത് എന്തായിരുന്നു? Okay, this is for somebody here. വരുന്നില്ലല്ലോ പുറത്തേക്ക്.
ഇത് പിള്ളേർക്കുടെ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോക്ക് വാങ്ങിച്ചതാണ്. കാരണം അവർ കയ്യിൽ കിട്ടുന്നത് ഡിജിറ്റൽ വാച്ചാണ്. അതിൽ നോക്കിയിട്ട് നമ്മുടെ വലിയ ക്ലോക്കിൽ സമയം പഠിക്കാൻ വലിയ ഐഡിയ ഇല്ല. നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്താൽ വന്നേക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്ലോക്ക് പിള്ളേരുടെ റൂമിൽ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു ക്ലോക്ക്. അതിലിങ്ങനെ സെക്കൻഡ്സ് കാണിക്കുന്നുണ്ട്. 24 hour പഠിക്കാനുണ്ട് അവന്. അപ്പോൾ ഇതിൽ 24 hour ഉള്ള കാരണം ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്താകുമോ എന്തോ നോക്കാം. നമുക്ക് വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. ബാക്കി എല്ലാവന്മാരുടെ കയ്യിലുള്ള. ഓക്കെ, ഇനി ലാസ്റ്റ് ഐറ്റമാണ് ഈ ഐറ്റം. എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ദിസ് ഇസ് എ പെയിൻറ്റിങ് സെറ്റ്. ഇത് ഞാൻ ഫ്രെയിംഡ് ആയിട്ടുള്ള പെയിൻറ്റിങ് നോക്കിയതാണ്. ഇപ്പോൾ TV ഇരിക്കുന്ന കണ്ടില്ല, അതിൻ്റെ ബാക്കിൽ മേലെ ഒരു പാച്ച് വർക്ക് പോലെ കാണാനുണ്ടല്ലോ. അവിടെ ഇത് വെച്ച് കവർ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. എന്താകുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ തെമൂന്ന് ഓർഡർ ചെയ്തത്. നിങ്ങൾക്കിതുപോലെ തെമൂന്ന് ഓർഡർ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഡ് സെർച്ച് ചെയ്യുക, പിന്നെ ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ 90% ഓഫും പിന്നെ $100 ബണ്ടിലും കിട്ടും. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ, ഡിസ്പ്ലേ, ഷോക്കേസ് ഐറ്റംസ്, പിള്ളേരുടെ ടോയ്സ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ കത്തികളെല്ലാം വാങ്ങിയതെല്ലാം ഈ പാക്കറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു, ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത കാരണം. ഇപ്പം നമുക്കിത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കത്തി സ്റ്റാൻഡ്. ഇതൊരു യൂസ്ഫുൾ പർച്ചേസാണ്. നല്ലൊരു അഫോർഡബിൾ റേറ്റാണ്. ഞാനിപ്പോൾ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ 20, 30, 40 അങ്ങനെ പല റേഞ്ചിലാണ് കണ്ടത്. ഇതിപ്പോൾ 90% ഓഫിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങിക്കാം. ഇപ്പോഴത്തേക്ക് ഞാനവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ മാറ്റിയെന്ന് വരും. തൽക്കാലം അവിട്ടിരിക്കട്ടെ. എന്നാലും ഒരു അഫോർഡബിൾ ഓപ്ഷനാണിത്. സോ ഇതാണ് അപ്പോഴേ കാണിച്ച ക്ലോക്ക്. നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം വർക്കാക്കുമോ ഇല്ലേ എന്നുള്ളത്. ബാറ്ററി ഇട്ടു, ക്ലോക്ക് വർക്കാകുന്നുണ്ട്. ഇപ്പോൾ വാച്ചിൽ സമയം, ഇവിടുത്തെ സമയം 11:40. ഓക്കെ, സോ എൻ്റെ ഇയറിങ്സ് ഒക്കെ ഇതുപോലെ പല 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 ബോക്സിലായിരുന്നു. അതിപ്പോൾ എല്ലാം ഞാൻ ഇത് അടുത്തേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ അയ്യോ, അതെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വെച്ചു. നല്ലൊരു കൺവീനിയൻസ് സെറ്റപ്പാണത്. പിന്നെ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ പല പല ബോക്സിൽ വയ്ക്കുന്ന കാരണം പലതും മിസ്സായി പോകും. ഈ കുഞ്ഞൊരു ഇയറിങ്ങിനെ കാണാനുണ്ടോ? ഞാൻ കുറേ കാലം കാണാതെ തപ്പി നടക്കുന്നതായിരുന്നു. അത് ഏതൊരു ബോക്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കൂടി കിടക്കുന്ന കാരണം അതിനങ്ങോട്ട് പെട്ടെന്ന് ഓർത്തില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. സോ ഇത് ക്വീൻ സൈസ് ഫിറ്റഡ് ഷീറ്റാണ് ഞാൻ പിള്ളേരുടെ റൂമിലേക്ക് വാങ്ങിച്ചത്. ക്ലോക്ക് ഞാൻ അങ്ങോട്ട് മാറ്റി. പക്ഷെ നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. ആൻഡ് മെറ്റീരിയൽ ഈസ് ഓൾസോ ഒരു നല്ല പെർഫെക്റ്റ് കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയലാണ്. ആൻഡ് ഇറ്റ്സ് വെരി കളർഫുൾ. മറ്റേ ഡോക്യുമെൻറ്റ് ഹോൾഡർ അപ്പോഴേ കാണിച്ചത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പാസ്പോർട്ടൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ പൗച്ചസ് ഉണ്ട്. ദെൻ ID ഒക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഓപ്ഷൻ. ദെൻ ഫയൽസ് വയ്ക്കാം. ആൻഡ് ഈ ഭാഗത്ത് വലിയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വയ്ക്കാം. സോ ഇതെല്ലാം വെച്ച് ഇതൊരു നമുക്കൊരു സൂട്ട് കേസ് പോലെ കൊണ്ടുനടക്കാം. ഇത് ഹാൻഡിലൊക്കെ ഉണ്ട്. പിന്നെ ഹാൻഡിൽ എവിടെയായിരുന്നു? ഇതാണ്ട് ഇവിടെ ഹാൻഡിലുണ്ട് ഇങ്ങനെ. സോ അതെല്ലാം ഞാൻ ഇതിലേക്ക് മാറ്റുന്നു. ഡോക്യുമെൻറ്റ്സ് ആയത് കാരണം ഞാനത് വെക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. LED പ്രൊജക്ടർ എന്ന് പറഞ്ഞ സംഭവം, LED അല്ലല്ലോ, എന്തതിൻ്റെ പേര് സാമി? ഗാലക്സി പ്രൊജക്ടർ. അതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളത് നോക്കി പഠിക്കണം. ഡു യു നോ സാം? സോ അതിൻ്റെ അകത്ത് ഫിലിം ഡിസ്ക്സ് ഉണ്ട്. ഇതിൽ 6 ഉണ്ട്. ആൻഡ് ഇത് വേറെ 6. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ച് നോക്കിയാലേ അറിയൂ. അവളിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ടർ കുട്ടികളുടെ റൂമിൽ ഫിക്സ് ചെയ്തു. ഇപ്പം രാത്രിയാണ്. ലുക്ക് അറ്റ് ദിസ്. ഇതൊരു അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അതിങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണ പോലെ വയ്ക്കാം. അപ്പോൾ അതിങ്ങനെ പതുക്കെ മൂവ് ആകുന്നുണ്ട്. കണ്ടോ? ക്യാമറയിൽ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ചെറുതായിട്ടത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റൂം ഇങ്ങനെ ഒരു കട്ട് ചെയ്തുള്ള റൂമായത് കാരണം അത് ഫുള്ളായിട്ട് വരുന്നില്ല. പക്ഷെ എന്നാലും ഒരു നല്ലൊരു ആംബിയൻസാണ്. രണ്ടും അന്തം വിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ആൻഡ് അതിൽ ടൈമർ വയ്ക്കാൻ പറ്റും. ടൈമർ വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ചെയ്യണ പോലെ ടൈമർ വയ്ക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഡിഫ്യൂസറിൽ ഇതിപ്പോൾ എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചു, വെള്ളം ഒഴിച്ചു. ഇനി ഇവനൊന്ന് ഓൺ ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മുടെ ഡിഫ്യൂസർ. സംഭവം ഉഷാറാണ്, ഈ റേറ്റിന് അടിപൊളിയാണ്. അപ്പം അതൊക്കെയാണ് തെമ വഴി നമ്മൾ വാങ്ങിച്ച പ്രോഡക്റ്റുകൾ. അപ്പോൾ അവർ നമുക്ക് ഒരു ഡിസ്കൗണ്ട് കോഡ് തന്നിട്ടുണ്ട്. ആൻഡ് ഓഡിയൻസിന് അതിൽ നിന്ന് ഈ ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 90% ഓഫ് കിട്ടും. ദെൻ $100 വൗച്ചറും കിട്ടും. അപ്പോൾ അതെല്ലാം കൂടെ നോക്കിക്കോളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുണ്ട്. ഞാൻ ആ പെയിൻറ്റിങ് ഇതാ ഇങ്ങോട്ടേക്ക് മാറ്റി, അവിടുന്ന് ഞാൻ മാറ്റി വേറെ വെച്ചു. പല പല റൂമുകളിലായിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത വ്ലോഗിൽ സന്ധിക്കും വരെ ദിസ് ഇസ് ലുബ്ന സൈനിങ് ഓഫ് ഫ്രം ദ കാക്കിശ്ശേരീസ് വ്ലോഗ്. നിങ്ങൾ ഇതിന് മുന്നേ ടൈം വഴി ഷോപ്പ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. നല്ലതും ചീത്തയും എല്ലാം ഒരുമിച്ച് ഷെയർ ചെയ്തോളൂ. നോ പ്രോബ്ലം. താങ്ക് യു.